ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ സോസേജ് റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുക്കിങ്ങൊക്കെ പൂർണ്ണമായിട്ടും നിർത്തിയോ എന്നൊക്കെ, ഫുൾ വ്ളോഗ്സ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ 2 സവാളയാണ് ഞാനിതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോഴേ നല്ല പെട്ടെന്ന് ഇങ്ങോട്ട് വഴന്ന് വരുള്ളൂ. പിന്നെ അതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക, മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സോസേജാണ്. അപ്പോൾ ചിക്കൻ സോസേജാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റിൽ 10 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മസാല പുരട്ടി വെച്ചിട്ടുള്ള സോസേജ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഈ സവാളിൻ്റെ ഈ ഒരു മസാല നമ്മൾ നോക്കണം. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകത്തിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മസാലയ്ക്ക് ആ സവാളയിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. അതിനുവേണ്ടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോസേജ് ഒത്തിരി മൊരിഞ്ഞ് പോകുന്നു വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ സോസേജ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. See my next video. Thank you for watching.